जय बोल सद्गुरु महाराज की जय। माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, यादव कृष्णा यदुनंदन कृष्णा, यादव कृष्णा यदुनंदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, यादव कृष्णा यदुनंदन कृष्णा, यादव कृष्णा नंदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा। जय राधे जय राधे जय राधे राधे राधे, जय राधे जय राधे जय राधे राधे राधे, जय राधे 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 राधे, जय राधे 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 राधे, माधव कृष्णा मधुसूदन कृष्णा, माधव कृष्णा मधुसूदन कृष्णा, मनमोहन कृष्णा मनमोहन कृष्णा, राधा मनमोहन कृष्णा, राधा मनमोहन कृष्णा। सर्वत्र गोविन्दनाम संकीर्तनं गोविन्द। ഇതുവരെ കേട്ട കഥകളൊക്കെ എല്ലാവരും ഭഗവാൻ എത്തിയ കഥയാണ്. രുക്മിണി എങ്ങനെ ഭഗവാനെ എത്തി, മുച്ചുകുന്ദൻ എങ്ങനെ ഭഗവാനെ എത്തി, കംസൻ എങ്ങനെ എത്തി, എല്ലാവരും ഓരോരോ തരത്തിലാണ് എത്തി. ഗോപ്യഃ കാമാത് ഭയാത് കംസഃ ദ്വേഷാത് ചൈദ്യാദിയോ നൃപാഃ സംബന്ധാത് വൃഷ്ണയഃ സ്നേഹാത് യൂയം ഭക്ത്യാ വയം. ഇങ്ങനെ ഓരോരോ തലത്തിലെത്തി. എന്തായാലും എല്ലാവർക്കും പ്രധാന ലക്ഷ്യമായിട്ട് ഒന്ന് വേണം. അത് എന്താണെന്ന് ചോദിച്ചാൽ കൃഷ്ണപ്രേമം. ആ പ്രേമമാണ് ഇവിടെ 2 അധ്യായങ്ങളിൽ ഉദ്ധവ സന്ദേശം എന്ന് പറയും. ഉദ്ധവൻ പറഞ്ഞാൽ ഭഗവാന്റെ സന്ദേശമാണ്. അത് ഉദ്ധവൻ പറഞ്ഞതുകൊണ്ട് ഉദ്ധവ സന്ദേശം നമ്മൾ പറയുന്നു. വൃഷ്ണീനാം പ്രവരോ മന്ത്രീ കൃഷ്ണസ്യ ദയിതഃ സഖാ, ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത് ഉദ്ധവോ ബുദ്ധിസത്തമഃ. വൃഷ്ണീനാം പ്രവരോ മന്ത്രീ കൃഷ്ണസ്യ ദയിതഃ സഖാ. ഉദ്ധവൻ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം ഉദ്ധവ ഉത്സവഃ, ഉത്സവം എന്നാണ് അർത്ഥം. എപ്പോഴും ഭഗവാന്റെ ഉത്സവം ഉത്സവം പറഞ്ഞാൽ എന്താർത്ഥം? സന്തോഷം എന്നാണ് അർത്ഥം. എപ്പോഴും ഭഗവാന്റെ ആ കഥകൾ ലീലകൾ സ്വയം അനുകരിച്ച് ചെയ്യുന്ന ആളാണ്. വിഷ്ണോർ ഗാനഞ്ച നൃത്തഞ്ച നടനഞ്ച വിശേഷതഃ ബ്രാഹ്മണജാതീനാം കർത്തവ്യം നിത്യകർമ്മവത്. സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ എങ്ങനെ നിത്യമായിട്ട് ചെയ്യണമോ അതേപോലെ ബ്രാഹ്മണന്മാർക്ക് വിഷ്ണുവിൻ്റെ ഗാനം നൃത്തങ്ങളൊക്കെ ആവശ്യം എന്നാണ് പറയുന്നു. അപ്പോൾ ഈ ഉദ്ധവൻ ഭഗവാന്റെ ഒരു സ്വന്തക്കാര പയ്യൻ തന്നെയാണ്. അതുകൊണ്ട് കണ്ണൻ്റെ ലീലകളൊക്കെ കേട്ട് കണ്ണൻ രാവിലെ മാട് മേയ്ക്കാൻ പോയാൽ വൈകുന്നേരമേ വരുള്ളൂ എന്ന് കേട്ടപ്പോൾ സ്വന്തം വീട്ടിലിരിക്കുന്ന പണ്ട് ഓരോ വീട്ടിലും 4-5 പശുക്കൾ, ഒരു 2 പശുക്കളാക്കി ഉണ്ടാവും. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പോൾ എന്താ, പശുക്കളും ഒന്നും ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും ബുദ്ധിമുട്ടുന്നു. വീട്ടിൽ പശു വളർത്തണം. അതുകൊണ്ടാണ് പെൺകുട്ടിക്ക് ദുഹിത എന്ന് പേര് വരാൻ കാരണം. ദോഹണം കരോതീതി ദുഹിത. പണ്ട് വീട്ടിൽ പെൺകുട്ടികളാണ് പശുക്കളുടെ പാല് കറക്കുന്നത്. അപ്പോൾ വീട്ടിലിരിക്കുന്ന പശുക്കളൊക്കെ മേച്ചുകൊണ്ട് സ്വന്തം തോട്ടത്തിൽ വീട്ടുതോട്ടത്തിൽ തന്നെ മേയ്ക്കാൻ പോകും ഉദ്ധവൻ.
അപ്പോൾ അമ്മ വിളിക്കും, ഉദ്ധവ ഭക്ഷണം കഴിക്കാൻ വരൂ. അവിടെ പറയുന്നു പ്രാതരാശായ യാചിത, പ്രാതരാശായ യാചിത. രാവിലെ തന്നെ പുറപ്പെട്ടു, ഭക്ഷണം കഴിക്കാതെ പോയി. അപ്പോൾ വിളിച്ചു, വരൂ വരൂ ഉദ്ധവൻ്റെ അമ്മ. അപ്പോൾ ഉദ്ധവൻ ചോദിക്കും, കൃഷ്ണൻ എപ്പോഴാണ് തിരിച്ച് വരും? വൈകുന്നേരം. അപ്പോൾ ഞാൻ വൈകുന്നേരമേ വരുള്ളൂ, ഭക്ഷണം ആ കാട്ടിൽ തന്നെ കഴിക്കും, എനിക്ക് ഇവിടെ കൊടുത്താൽ മതി. ഇങ്ങനെ ഭഗവാന്റെ ഉത്സവം അനുകരിച്ച് ഇരിക്കുന്നത് കൊണ്ടാണ് ഉദ്ധവൻ എന്ന് പേര് വരാൻ കാരണം. പിന്നെ നല്ല വിദ്യാഭ്യാസത്തിൻ്റെ സമയമായപ്പോൾ ഇവൻ്റെ ബുദ്ധിശക്തി കണ്ട് ബൃഹസ്പതി വിളിച്ചു കൊണ്ടുപോയി. പണ്ടൊക്കെ ആദ്യമായിട്ട് ഫാറിനിൽ പോയി പഠിച്ച ആൾ ആരാണ് ചോദിച്ചാൽ ഉദ്ധവനാണ്. ഇപ്പോഴൊക്കെ ഫാറിൻ പഠിക്കാൻ പോകുന്നത് പാതാളത്തിലേക്കാണ്. അമേരിക്ക, ഇന്ത്യ, ഭാരതത്തിന് നേരെ പാതാളത്തിലാണ്. ഇയാൾ മേപ്പോട്ടാണ് പോയി, സ്വർഗത്തിൽ പോയി. സാക്ഷാത് ബൃഹസ്പതേ ശിഷ്യോ ബൃഹസ്പതേ സാക്ഷാത്തായി ഉദ്ധവൻ ബൃഹസ്പതിയിൽ നിന്നും പഠിച്ചു. എന്താണ് പഠിച്ചു ചോദിച്ചാൽ പ്രധാനമായിട്ട് ഭാഗവതം പഠിച്ചു എന്നാണ് പറയുന്നു. ഉദ്ധവൻ തന്നെ അത് പറയുന്നു. സാഖ്യായന പ്രസാദാപ്തം ശ്രീമദ് ഭാഗവതം പുരാ ബൃഹസ്പതിർദത്തവാൻ മേ തേനാഹം കൃഷ്ണവല്ലഭ. ഇവിടെ തന്നെ ഭാഗവതത്തിൻ്റെ പിന്നിലുള്ള സ്കാന്ദപുരാണ മാഹാത്മ്യത്തിൽ ഉദ്ധവൻ തന്നെ പറയുന്നു. ഭാഗവത സമ്പ്രദായം, ഭാഗവതം ഭഗവാൻ ബ്രഹ്മാവിനെ ഉപദേശിക്കുമ്പോൾ ആദിശേഷൻ അത് കേട്ടിരുന്നു. ആദിശേഷൻ സനത്കുമാരനക്ക് പറഞ്ഞു കൊടുത്തു. സനത്കുമാരൻ സാഖ്യായനക്ക് പറഞ്ഞു കൊടുത്തു. സാഖ്യായനത്തിന് പരാശരായാഥ ബൃഹസ്പതേശ്ച, പരാശരനും ബൃഹസ്പതിയും അത് ഒരുമിച്ച് കേട്ടു. അവിടെ ബൃഹസ്പതിയിൽ നിന്നും ഭാഗവതം പഠിച്ചു വന്നു. ഭഗവാനക്ക് വേണ്ടപ്പെട്ട ആളാവണമെങ്കിൽ എന്ത് ചെയ്യണം? ഭാഗവതം പഠിക്കാൻ തുടങ്ങിയാൽ മതി, ഭഗവാന്റെ വേണ്ടപ്പെട്ട ആളായോ. അടുത്ത് ഭഗവാന്റെ ആയിരിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അവനക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു. മന്ത്രിസ്ഥാനം പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത രാജാക്കൾക്കാണ് മന്ത്രി വേണം, എന്തൊക്കെ ചെയ്യണം പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ കൃഷ്ണനുക്ക് കാര്യം പറഞ്ഞു കൊടുക്കാൻ ഒരു ആൾ ആവശ്യമില്ലേ. അപ്പോൾ എന്തിനാ അടുത്ത് മന്ത്രിസ്ഥാനം കൊടുത്തു ചോദിച്ചാൽ പ്രതീക്ഷണാനുഗ്രഹ ഭാജനോഹം. കൃഷ്ണനുക്ക് എപ്പോഴും കരുണ ഉണ്ടായിക്കൊണ്ടിരിക്കും ഹൃദയത്തിൽ. മുമ്പിൽ ആൾ ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ കരുണ മുമ്പിൽ വരുന്ന ആൾക്ക് പോകും. പിന്നെ മുമ്പിൽ ആൾ വന്നത് നിന്നു, പിന്നെ കരുണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് ഇടാൻ ഒരു പാത്രം വേണ്ടേ? ഭാജനം, പ്രതീക്ഷണ അനുഗ്രഹ ഭാജനോഹം, ഇല്ലെങ്കിൽ പ്രതീക്ഷണാനുഗ്രഹ ഭാജനോഹം. ഓരോരോ സമയത്തും ഉദ്ധവ ഇങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ നോക്കുമ്പോൾ ഓരോരോ ഈക്ഷണത്തിലും പ്രതീക്ഷണാനുഗ്രഹ ഭാജനോഹം. അങ്ങനെ ഭഗവാൻ മന്ത്രിസ്ഥാനം കൊടുത്ത് ഇരുത്തി ഉദ്ധവന്. ആ ഉദ്ധവൻ നല്ല വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അവനക്ക് ഭക്തിയെക്കുറിച്ച് ഒന്ന് പഠിപ്പിക്കണം. സത്പ്രേമ വിദ്യാലയം, ഭക്തിയെക്കുറിച്ച് പഠിക്കണമെങ്കിൽ അത് പ്രേമവിദ്യാ സ്കൂൾ ഒന്നേ ഉള്ളൂ, ഒരു കോളേജ്. എവിടെയാണ്? ബൃന്ദാവനത്തിലാണ്. ഗോപികമാരാണ് ടീച്ചേഴ്സ്, പ്രിൻസിപ്പാളാണ് രാധാദേവി. അവിടെ പോയാലേ ഉദ്ധവൻ സൗവർണം കുസുമം സുഗന്ധിതമിവ പ്രേമി ബഭൂവോദ്ധവ. എൻ്റെ ഗുരുനാഥൻ ചില പ്രകരണ ഗ്രന്ഥങ്ങളൊക്കെ രചിച്ചിട്ടുണ്ട്. ഇവിടെ ഭാഗവതത്തിലിരിക്കുന്ന യുഗളഗീതമുണ്ടല്ലോ, അതിന് യുഗല അണുഗീതം ഒരു പ്രകരണ ഗ്രന്ഥം. അതേപോലെ ഇവിടെ ഭ്രമരഗീതം, ഗോപികമാർ പാടിയ 5ാമത്തെ ഗീതമാണ് ഇവിടെ ഉദ്ധവ സന്ദേശത്തിൽ വരുന്നത്. ആദ്യം വേണുഗീതം, പ്രണയഗീതം, ഗോപികാഗീതം, യുഗളഗീതം, പിന്നെ അവസാനത്തെ ഗീതമാണ് ഭ്രമരഗീതം. ഈ ഭ്രമരഗീതത്തിന് ഒരു പ്രകരണ ഗ്രന്ഥമായിട്ട് ഗോപി ഹൃദയം എന്നാണ് ഇവിടെ അദ്ദേഹം പേര് വച്ചിരിക്കുന്നു. അതിൽ പറയുന്നു, രാധാമുഗ്ധമുഖാരവിന്ദ മകരന്ദ ഉന്മത്തനന്ദാത്മജ ശ്രീപാദാബ്ജ സുഗന്ധമുഗ്ധമധുപം ദൃഷ്ട്വോദ്ധവം നിസ്സൃതം ഗോപീവക്ത്രസരോരുഹാൻ മധുരസം പീത്വാ പുനഃ പ്രേമികഃ ഭൃംഗഃ കശ്ചിദസൗ കരോതി മധുരം ഝങ്കാരമത്യാദരാത്. രാധാമുഗ്ധമുഖാരവിന്ദ മകരന്ദ ഉന്മത്തനന്ദാത്മജ. കൃഷ്ണൻ രാധയുടെ മുഖാരവിന്ദത്തിൽ മധുപനാണ്. ആ ഭഗവാന്റെ പാതാരവിന്ദത്തിൻ്റെ മധുപനാണ് ഉദ്ധവൻ. ആ ഉദ്ധവൻ ഗോപികളുടെ മുഖാരവിന്ദത്തിൻ്റെ മധുരസം കുടിച്ച് ആ ഉദ്ധവൻ്റെ ആ മധുരസം കുടിച്ച്
വീണ്ടും ഒരു ഭൃംഗ കശ്ചിദസൗ കരോതി. തൻ്റെ ഗുരുനാഥൻ തന്നെയും ഒരു ഭൃംഗനായിട്ട് ഒരു വണ്ടായിട്ട് ഇവിടെ പറയുന്നു. എന്താ കാരണം? വണ്ടുകളൊക്കെ ഭാഗവതന്മാരാണ്. ഭ്രമരഗായക രാസഗോഷ്ഠ്യാം, രാസലീലയിൽ ഗാണലോല വിരതം ക്രമേണ, ഗാണമൊക്കെ ഗാണമീശ വിരതം ക്രമേണ, ഗാണം വിരതമായി. ഇപ്പം നാട്യമായിട്ട് ഏനാ ഒരുമിച്ച് പാട്ടും നാടും ഒരുമിച്ചാവില്ലേ? പാടിക്കൊണ്ട് കുറച്ച് നേരം നൃത്തം വയ്ക്കാം, പിന്നെ കൂടുതൽ നൃത്തം വയ്ക്കുമ്പോൾ പാടാൻ പറ്റില്ല. ഇപ്പോൾ ഗോപികമാരൊക്കെ പാട്ട് നിർത്തിയപ്പോൾ ഭ്രമരങ്ങളൊക്കെ പാടി എന്നാണ് പറയുന്നു. ഭ്രമര ഗായകരാസഗോഷ്ഠ്യാം, ആ ഭ്രമരത്തിൽ ഒരു ഭ്രമരമായിട്ടിരുന്ന ഗുരുനാഥൻ ഇവിടെ പറയുന്നു ഭൃംഗ കശ്ചിദസോ. അവിടെ ഉദ്ധവൻ ഭഗവാൻ പറഞ്ഞു വിട്ടു, സൗവർണം കുസുമം സുഗന്ധിതമിവ പ്രേമീ ബഭൂവോദ്ധവ. സുവർണ പുഷ്പം പോലെയായിരുന്നു ഉദ്ധവൻ. സുവർണ പുഷ്പത്തിന് ഒരു സുഗന്ധവും കൂടി ചേർന്നാൽ എങ്ങനെയാണോ അതുപോലെ ആവട്ടെ ജ്ഞാനിയായ ഉദ്ധവൻ ഒരു പ്രേമിയാവട്ടെ, ഒരു കൃഷ്ണപ്രേമിയാവട്ടെ വിചാരിച്ച് ഭഗവാൻ പറഞ്ഞു വിട്ടു. ആദ്യം താമന്മനസ്കാ മത്പ്രാണാഃ മദർത്ഥേ ത്യക്തദൈഹികാഃ മാമേവ ദയിതം പ്രേഷ്ഠം ആത്മാനം മനസാഗതാഃ. വേണ്ടപ്പെട്ട ആളെ മാത്രം കൈപിടിച്ച് ഭഗവാൻ പറയുള്ളൂ. ആദ്യം ബ്രഹ്മാവിനോട് പ്രിയപ്രിയം പ്രീതമനാഹ കരേസ്പൃശന്ന് ഇവിടെ പറയുന്നു. ഇവിടെ പറഞ്ഞു, ഇവിടെ രുക്മിണിയുടെ സന്ദേശം കൊണ്ടുവന്ന ബ്രാഹ്മണൻ്റെ കൈപിടിച്ചു. അതേപോലെ ഇവിടെയും ഗൃഹീത്വാ പാണിനാ പാണിം ഭഗവാൻ ഉദ്ധവൻ്റെ കൈപിടിച്ച് പറയുന്നു, മന്മനസ്കാഹ, എൻ്റെ മനസ്സുകളാണ് അവർ ഗോപികമാർ. മത്പ്രാണാഹ, എൻ്റെ പ്രാണന്മാരാണ്. മദത്തെ, എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ചവരാണ് അവർ. എൻ്റെ സന്ദേശം അവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു വിട്ടപ്പോൾ, കാരണം എന്നെ പിരിഞ്ഞ് അവർ ദുഃഖിക്കുന്നു. അപ്പോൾ ഉദ്ധവൻ കാരണം പറയുന്നു, ശയ്യാം സിഞ്ചതി ബാഷ്പബിന്ദുപരയം. ഇടയ്ക്കിടയ്ക്ക് കൃഷ്ണൻ കരയുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാ കരയുന്നു കൃഷ്ണ? എൻ്റെ അച്ഛനമ്മമാർക്കേ അവിടെ ഉണ്ടല്ലോ, അവിടെ യശോദയും നന്ദഗോപനും, ഇവിടെയും ഉണ്ട് ദേവകിയും വസുദേവനും. ഇവിടെ വസുദേവൻ എന്ത് പറയുന്നു? കൃഷ്ണ 4 മണിയായി എഴുന്നേൽക്കൂ, വേഗം പല്ല് തേച്ച് വരൂ, സന്ധ്യാവന്ദനം ചെയ്യൂ. പിന്നെ ദേവകി കാപ്പിയോ പാലോ കൊടുക്കാൻ പറയുന്നു. യശോദ അങ്ങനെയല്ലേ, കൃഷ്ണ എഴുന്നേൽക്കുന്നു. കൃഷ്ണൻ രാവിലെ 5 മണിക്ക് 6 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ വേണ്ട സമയമായിട്ടില്ലേ, നല്ല തണുപ്പുണ്ട്, കുറച്ച് 8 മണി ആവട്ടെ എന്ന് പറയും യശോദ. മാത്രമില്ല, എന്നും പല്ല് തേക്കണം, ആദ്യം വെണ്ണ കഴിച്ചോളൂ, പിന്നെ പല്ല് തേക്കാം, ആദ്യം വെണ്ണ കൊടുക്കും. ഇവർ പ്രേമ ഉള്ള അമ്മമാരാണ്. അതുകൊണ്ടാണ് പറയുന്നു, സപിതാ സാചജനനി, അവരാണ് ശരിയായ പിത, അവരാണ് സാചജനനി ഭഗവാൻ പറയുന്നു. അതുകൊണ്ട് അവരോട് സമാധാനം ചെയ്യണം പറഞ്ഞപ്പോൾ ഉദ്ധവൻ ഞാൻ ജ്ഞാനം പറഞ്ഞ് സമാധാനം ചെയ്തോളാം പറഞ്ഞ് പുറപ്പെട്ടു. ഉദ്ധവൻ അവിടെ വന്നപ്പോൾ ഭഗവാന്റെ ചൈതന്യം അവിടെ കണ്ടു. വേണൂണാം നിസ്വനേനച്ച്, കാരണം എവിടെയാണ് ഗോക്കളും ഭഗവാന്റെ നാമഗാനങ്ങളും ഉണ്ടാവുമോ അവിടെയാണ് കൃഷ്ണ ചൈതന്യം. അത് ആസ്വദിച്ചു. പശൂണാം ഖുരരേനുഭിഹി, ഇവിടെ പറയുന്നു ശ്രീമാൻ എന്നാണ് ഇവിടെ എടുത്ത് പറയുന്നു. കാരണം ശ്രീമാൻ പറയാൻ കാരണം ആ പശൂണാം പ്രാപ്തോ നന്ദവ്രജം ശ്രീമാൻ നിംലോചതി വിഭാവസോ ഛന്നയാന പ്രവിശത്താം പശൂണാം ഖുരരേനുഭിഹി. അത് ബൃന്ദാവന പാദധൂളി, ആ ബൃന്ദാവനത്തിലുള്ള പുഴുതി ആരുടെ ശിരസിലാണോ അവർ ശ്രീമാനാണ്. അതാണ് ശരിക്കും ശ്രീസ്. അത് പിന്നെ അവസാനം പറയാൻ പോകുന്നു, അന്ത്യ നന്ദവ്രജ സ്ത്രീനാം. ആ ശ്രീമാനായ ഉദ്ധവൻ ബൃന്ദാവനത്തിലെത്തി. അവിടെ ബൃന്ദാവനം വഴിക്കൂടി ഗോകുലത്തിയപ്പോൾ നന്ദബാബാവിൻ്റെ യശോദയമ്മയുടെ വീട് എവിടെ ചോദിക്കണ്ടേ, ചോദിക്കുമ്പോൾ അവിടെ പറയുന്നു ജമ്പാളയന്തി ഭസം. അവർ കരഞ്ഞ് പറയുന്നു, ചില മഹാത്മാക്കൾ ഇവിടെ ചെറിയ നദി പോലെ വെള്ളം ഓടുന്നുണ്ടല്ലോ, ഇതാണ് അവർ കണ്ണുനീർ ഒഴിച്ചു കൊണ്ടിരിക്കുന്നു, അത് പിടിച്ചാൽ ആ വീട്ടിലേക്ക് എത്താം. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടെ അടുത്ത് എത്തിയപ്പോൾ അവർ സാക്ഷാത് ഭഗവാൻ വന്നതുപോലെ സന്തോഷിച്ചു. വിളിച്ചു വരുത്തി ഉദ്ധവനക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു. രാത്രി മുഴുവനും നന്ദഗോപൻ ഭഗവാന്റെ ആ ബാലലീലകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. യശോദാവർണ്യമാനാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്തി അശ്രൂണ്യവാസ്ത്രാക്ഷീത് സ്നേഹസ്നുതപയോധരാ. ഭഗവാന്റെ ബാലലീലകൾ യശോദ തന്നെ ഇവിടെ പറയുന്നു, നന്ദഗോപനം പറയുന്നു. അന്ന് ഒരു ദിവസം കണ്ണൻ കുളിച്ച് വന്ന ശേഷം അമ്മേ കോണകം എവിടെ ചോദിച്ചു. അമ്മ എപ്പോഴും ഒരു പട്ടു കോണകം ഉടുപ്പിക്കാറുണ്ട്. കോണകത്തിന് ഇന്ന്
കീരി വച്ചിട്ടില്ലേ, റെഡിയാക്കി തരാം. ഇത് പറഞ്ഞപ്പോൾ കണ്ണൻ വിചാരിച്ചു നാളെ കണ്ണൻ്റെ പിറന്നനാളാണോ, അപ്പോൾ കണ്ണൻ്റെ പിറന്നനാളിക്ക് വേണ്ടി കണ്ണനക്കും പുതിയ ഡ്രസ്സ്, അതുപോലെ യശോദയ്ക്കും പുതിയ ഡ്രസ്സ് നന്ദഗോപൻ വാങ്ങി വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ ചെയ്തു, നാളെ നമുക്ക് പിറന്നനാളല്ലേ, നാളെ കുളിച്ച് വന്ന ശേഷം അമ്മ കോണകം ഇല്ല പറഞ്ഞാൽ എന്ത് ചെയ്യാം. നോക്കുമ്പോൾ ആ പട്ട് സാരി അവിടെ വെച്ചിട്ടുണ്ട്, ചുമപ്പ് കളർ പട്ട് സാരി. കൃഷ്ണൻ എടുത്തു. പിന്നെ ബലറാമേട്ടനെ വിളിച്ചു, കത്തി കൊണ്ട് ട്രറിന് കീരി. ഒന്ന് കീരിയപ്പോൾ അത് ശബ്ദം ട്രറിന് കീറുമ്പോൾ നല്ല ശബ്ദം, ഒന്ന് കീറി. ബലറാമൻ നിങ്ങൾ കൊണ്ട് ചെയ്തോളൂ. ഇങ്ങനെ കീരി ഏതോ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ വിചാരിച്ച് യശോദ വന്ന് നോക്കുമ്പോൾ ആ പട്ടുപുടവ മുഴുവൻ കീരി വെച്ചിട്ടുണ്ട്. എന്താ ചെയ്യുന്നു? അമ്മ കോണകം ഇല്ല പറഞ്ഞില്ലേ, ഇപ്പോൾ 500 കോണകമാണ്. അമ്മ അച്ഛനക്ക് 100, ഏട്ടനക്ക് 100, എനിക്ക് 300 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് തൻ്റെ പട്ട് സാരി പോയല്ലോടെ വിഷമമില്ലേ, അത് ഇപ്പോഴും ഓർക്കുന്നു. യശോദാവർണ്യമാണാനി പുത്രസ്യ ചരിതാനി ച ശൃണ്വന്തി അശ്രൂണ്യവാസ്ത്രാക്ഷീത് സ്നേഹസ്നുതപയോധരാ. അങ്ങനെ കണ്ണൻ്റെ ലീലകളൊക്കെ രാത്രി മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്നു. പിന്നെ ഉദ്ധവൻ പറഞ്ഞു, അവസാന സമയത്തിൽ ഒരു ക്ഷണം ഭഗവാനെ സ്മരിച്ചവർക്ക് പോലും മുക്തി കിട്ടുന്നു പറഞ്ഞാൽ, തസ്മിൻ ഭവന്തൗ അഖിലാത്മഹേതൗ നാരായണേ കാരണമർത്യമൂർത്തൗ ഭാവം വിധത്താം നിതരാം മഹാത്മന് കിം വാ അവശിഷ്ടം യുവയോസുഹൃത്യം. നിങ്ങൾക്ക് എന്ത് പുണ്യം എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴും എല്ലാവരും ഭഗവാനെ ചിന്തിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുന്നു. ഇവർ മറക്കുന്നേ ഇല്ല. അതാണ് അവരുടെ ഭാവം. ഭഗവാൻ വേഗം എത്തിച്ചേരും. ഭഗവാന് നിങ്ങളുടെ പുത്രനായിട്ട് മാത്രം വിചാരിക്കേണ്ട, എല്ലാവർക്കും ആ കൃഷ്ണനാണ് പുത്രൻ. നമാതാ നപിതാതസ്യ, അവനക്ക് അമ്മയില്ല അച്ഛനില്ല ഇങ്ങനെയൊക്കെ വേദാന്തം പറയാൻ പുറപ്പെട്ടപ്പോൾ യശോദ ഒന്ന് തള്ളി. നമാതാ നപിത, ഞാൻ അമ്മ ഉണ്ടല്ലോ, നപിത അച്ഛനിവിടെ ഉണ്ടല്ലോ നന്ദഗോപൻ. പ്രേമഭാവത്തിൽ യശോദ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് അവരുടെ പ്രേമഭാവം നോക്കി ഉദ്ധവൻ അത്ഭുതപ്പെട്ടു. പിന്നെ രാവിലെ എഴുന്നേറ്റ് കുളിക്കാൻ നന്ദഗോപൻ്റെ ഒപ്പം പോയി. കുളി കഴിഞ്ഞ് തിരിച്ച് വരണം. നന്ദഗോപൻ പറഞ്ഞു, ഞാൻ ആദ്യം ചെന്നിട്ട് പൂജയൊക്കെ ചെയ്ത് റെഡിയാക്കി വയ്ക്കാം, നിങ്ങൾ പതുക്കെ വന്നോളൂ. ഉദ്ധവനോട് കുറച്ച് നേരം ജപങ്ങളൊക്കെ കഴിച്ച് പതുക്കെ വരണം. രാവിലെ എഴുന്നേറ്റ ഗോപികമാരൊക്കെ ഉദ്ഗായതീനാമരവിന്ദലോചനം വ്രജാംഗനാനാം ദിവമസ്പൃശധ്വനി ദധ്നശ്ച നിർമന്ഥന ശബ്ദമിശ്രിതഃ നിരസ്യതേന ദിശാം അമംഗളം. രാവിലെ എഴുന്നേറ്റ് ഗോപികമാരൊക്കെ ഭഗവാന്റെ നാമങ്ങൾ പാടി തൈർ കളക്കുന്നു. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതു നന്ദന കൃഷ്ണ, യാദവ കൃഷ്ണ യേതു നന്ദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ. ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ ജയ രാധേ ജയ രാധേ രാധേ രാധേ, ജയ രാധേ 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 രാധേ, ജയ രാധേ 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 രാധേ. മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മാധവ കൃഷ്ണ മധുസൂദന കൃഷ്ണ, മനമോഹന കൃഷ്ണ മനമോഹന കൃഷ്ണ, രാധാ മനമോഹന കൃഷ്ണ. ഗോപികമാർ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നിരസ്യത്തെ എണ്ണ ദിശാം അമംഗളം. എവിടെ നാമജപം ഉണ്ടാവണമോ അവിടെ അമംഗളം ഒന്നും ഉണ്ടാവില്ല, എപ്പോഴും മംഗളം തന്നെയാണ്. നമുക്കും ഇവിടെ നാമജപം എപ്പോൾ നമുക്ക് വേണം. ഇവിടെ ഉദ്ധവൻ വരുന്നു. ഉദ്ധവൻ എങ്ങനെയാണെന്ന് ഇവിടെ ഗുരുനാഥൻ പറയുന്നു. കൃഷ്ണപ്രേമ പരിഷ്കൃതാംഗമണഘം കൃഷ്ണൈകചിത്തം തഥാ കൃഷ്ണാനന്ദരസാർണവം യദുവരം കൃഷ്ണപ്രസാദോജ്വലം കൃഷ്ണാഖ്യാ മധുപൂർണപത്മവദനം കൃഷ്ണസ്യ ദൂതം ഗതാഃ കൃഷ്ണാലോകന തൃഷ്ണയാ ജഗുരിതം കൃഷ്ണപ്രിയാ ഗോപികാഃ.
കൃഷ്ണപ്രേമ പരിഷ്കൃതാംഗമണഘം. ഉദ്ധവൻ വരേണ്ട സമയത്ത് 6 മണി സമയമാവും. കുളിയൊക്കെ കഴിഞ്ഞ് ജപമൊക്കെ കഴിഞ്ഞ് വരേണ്ട സമയം. ഗോപികമാർ രാവിലെ നാമം ജപിച്ച് വാസ്തുവിൻ സമഭ്യർച്ച് അവിടെ വാതിൽ ചാണകം വെള്ളം കൊണ്ട് തെളിച്ച് കളമൊക്കെ വരയ്ക്കാറുണ്ട് പണ്ട്. ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യുന്നില്ല. എല്ലാവരുടെ വീട്ടിലും അങ്ങനെ ചെയ്യേണ്ടതാണ്. അങ്ങനെ വാസ്തുവിൻ സമഭ്യർച്ച് അതൊക്കെ ചെയ്യുന്ന സമയത്താണ് നാമം ജപിച്ച് ഉദ്ധവൻ വരണത് കണ്ടപ്പോൾ തന്നെ ഇവിടെ പറയുന്നു അച്യുത വേഷഭൂഷണ, അച്യുതനായ ഭഗവാന്റെ വേഷഭൂഷണങ്ങൾ. ത്വയോപഭുക്ത സ്രഗന്ധ വാസോലങ്കാര ചർച്ചിതാ. ഉദ്ധവനക്ക് മായികമായ വസ്തു ഒന്നും ഇല്ലേ. ഭഗവാൻ ഉടുത്ത് കളഞ്ഞ് ആ 10 പീതാംബരം ഉടുത്തിരിക്കുന്നു. ഭഗവാൻ ചൂടിക്കളഞ്ഞ് ആ മാല ചൂടിയിരിക്കുന്നു. ഗുരുവായൂരപ്പൻ കളഞ്ഞിട്ട ആ കളഭം അതാണ് നെറ്റിയിൽ. ഇങ്ങനെ ഭഗവാന്റെ മുഴുവനും അച്യുത വേഷഭൂഷണ. എന്തൊക്കെ ഭഗവാന്റെ വേഷഭൂഷണങ്ങളോ അത് മുഴുവൻ ധരിച്ച് ഭഗവാന്റെ സ്വന്തക്കാര പയ്യനാണ്. ഒരു കസിൻ ബ്രദറാണ് ഉദ്ധവൻ. പിന്നെ അതിൻ്റെ ഭഗവാന്റെ ഒരു ഛായയും കൂടി ഉണ്ട്. പിന്നെ എപ്പോഴും ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ നാമം ജപിച്ചിരിക്കുന്നത് കൊണ്ട് ആ ഭഗവാന്റെ സാരൂപ്യം മുഴുവനും വന്നു. ഇപ്പോൾ രാവിലെ സമയത്ത് ഗോപികമാരും കൃഷ്ണനെ വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരാളെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതേപോലെ സാദൃശ്യമുള്ള ഒരാളെ കണ്ടാൽ അയാളാണോ വിചാരിച്ച് അടുത്ത് പോകും. പിന്നെ കാണുമ്പോൾ അയാളോ വിചാരിച്ചു നിങ്ങളാണോ, പിന്നെ നമ്മൾ പറയാറുണ്ട്. അതുപോലെ കൃഷ്ണനെ വിചാരിച്ചിരിക്കുന്ന ഗോപികമാർ കൃഷ്ണനെപ്പോലെ ഒരാളെ കണ്ടപ്പോൾ പെട്ടെന്ന് അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായി കൃഷ്ണൻ ഇല്ല, കൃഷ്ണദൂതനാണ്. രഹസ്യപൃച്ഛൻ ഉപവിഷ്ടമാസനേ വിജ്ഞായ സന്ദേശഹരം രമാപതേഹേ. കൃഷ്ണൻ പറഞ്ഞു വിട്ടാണ് വന്നിരിക്കുന്നു മനസ്സിലായി. പിന്നെ അവിടെ എല്ലാവരും ഗോപികമാർ ഇരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു ഗോപി അവിടെ പറയുന്നു കാച്ചിത് പറഞ്ഞാൽ പറഞ്ഞാൽ പ്രേമം. ആ പ്രേമത്തിൽ ആസമന്താച്ചിത്, എപ്പോഴും ആ പ്രേമിൽ മുങ്ങിയിരിക്കുന്ന രാധാദേവിയാണ് ഇവിടെ ഭ്രമരഗീതം പാടി. രാധയുടെ ഭ്രമരഗീതം കേൾക്കാൻ വേണ്ടി അവിടെ കൃഷ്ണൻ തന്നെ ഒരു വണ്ടായിട്ട് വന്നു എന്ന് മഹാത്മാക്കൾ പറയുന്നു. കാരണം ഈ ഭ്രമരഗീതം ഉദ്ധവൻ വന്ന സമയത്ത് കൃത്യം ഒരു വണ്ട് വരുന്നു. ആ വണ്ട് വന്നപ്പോൾ രാധം ഒരു ഗീതം പാടുന്നു. ഇതാണ് ഭ്രമരഗീതം. ഭ്രമരത്തെ കുറിച്ച് ചെയ്യുന്ന ഗീതമാണ് ഭ്രമരഗീതം. അപ്പോൾ ഇവിടെ രാധ പാടുന്ന ഭ്രമരഗീതം കേട്ട് അതിൻ്റെ അർത്ഥം എന്താണ് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ പഠിച്ചാൽ പോരാ. അവിടെ പോയി ബൃഹസ്പതിയിൽ നിന്നും പോയി പഠിച്ചാൽ മാത്രമേ ഈ രാധ പറയുന്ന ഭ്രമരഗീതം മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പറയുന്നു ഈ ശ്ലോകം 3 പേർക്കും വ്യാഖ്യാനിച്ചിരിക്കുന്നു മഹാത്മാക്കൾ. ആ ഭ്രമരത്തിനും കൃഷ്ണനുക്കും ഉദ്ധവനുക്കും ചേർത്തിട്ടാണ് വ്യാഖ്യാനിക്കുന്നു. മധുപകിതവ ബന്ധോ മാസ്പൃശാഘ്രിം സപത്ന്യാഃ കുചവിലുളിതമാലാ കുങ്കുമശ്മശ്രുഭിർനഃ വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃക്. മധുപകിതവ ബന്ധോ. മധുപൻ പറഞ്ഞാൽ വണ്ടിൻ്റെ പേരാണ്. അതൊക്കെ പല പേരുണ്ട്. മധുകരഹ, മധുഹരഹ. ആദ്യം മധുഹരഹ. മധുവിനെ ഓരോരോ പൂവിൽ നിന്നും ആഹരിക്കുന്നു, അതുകൊണ്ടാണ് മധുഹരൻ. എത്ര വലിയ വിദ്വാൻ വന്നാലും മന്ത്രം ജപിച്ചിട്ട് ഒരു മന്ത്രവാദി ആ പൂവിൽ നിന്നും തേനെടുക്കാൻ പറ്റില്ല. എത്ര ബൈൽവാനുള്ള ബലശാലി വന്നാലും പൂവൊക്കെ ഇങ്ങനെ പിഴിഞ്ച് എടുക്കാൻ പറ്റില്ല. അത് വണ്ടിനെ മാത്രം ആ ശക്തി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പൂവിൽ നിന്നും പൂവ് നോവാതെ തേനെടുക്കാനുള്ള കഴിവ്. ഇപ്പം മധുഹരൻ, പിന്നെ മധുകരഹ. എടുത്ത ആ തേനിനെ അത് അടയായിട്ട് ഒന്ന് ചേർത്ത് വയ്ക്കുന്നു, മധുകരൻ. പിന്നെ മധുവ്രതഹ. നമ്മളെപ്പോലെ എപ്പോഴും കുടിക്കാറില്ല, കേരളത്തിൽ കൂടുതൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത് മധുവ്രതൻ. വാവ് ദിവസങ്ങളിൽ മാത്രമേ പൗർണമി, അമാവാസ അത് നോക്കി വ്രതം ഇരിക്കുന്നു. പിന്നെ മധുപതി, മധുവ കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നു. പിന്നെ മധു പിബതി, മധുപൻ. ഇപ്പോൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. മധുപൻ പറഞ്ഞാൽ വണ്ടിൻ്റെ പേരാണ്, മധു പിബതി. ഉദ്ധവനും മധുപനാണ്. എന്തുകൊണ്ട് ഉദ്ധവൻ മധുപൻ പറഞ്ഞാൽ? മധു പറഞ്ഞാൽ ഹരിരസ മതിര മദാന്ധാഹ. അത് സാധാരണ തേന കുടിക്കുന്നു തേനീച്ച.
ഉദ്ധവൻ ഭഗവാന്റെ കഥയാകുന്ന ഭഗവാന്റെ നാമമാകുന്ന മധു കുടിക്കുന്ന ആളാണ് ഉദ്ധവൻ. കൃഷ്ണൻ ഏത് മധുവാണ് ചോദിച്ചാൽ രാധാധര മധുരസിക, രാധാധര മധുരസികനാണ്. അപ്പോൾ അത് എല്ലാവരും മധുപനി, എല്ലാവരും ഒരേ മധുപനാണ്. മധുപകിതവ ബന്ധോ മാസ്പൃശാഘ്രിം സപത്ന്യാഹ. ആ വണ്ട് ഇങ്ങനെ ചുറ്റി രാധയുടെ കാലിൽ ഇങ്ങനെ വീഴുമ്പോഴാണ് പറയുന്നു മാസ്പൃശാഘ്രിം, എൻ്റെ കാല് തൊടേണ്ട. എന്താ കാരണം? ആ വണ്ടിൻ്റെ മീശയിൽ കുങ്കുമം ഉണ്ടായിരുന്നു. കാരണം പല കളറിലുള്ള പൂക്കളിൽ തേനെടുക്കുമ്പോൾ ആ വണ്ടിൻ്റെ പൂവിലുള്ള ചെമപ്പ് മകരന്തം ആ വണ്ടിൻ്റെ മീശയിലായിരുന്നു. ഇവിടെ ഉദ്ധവൻ്റെ മീശയിലും കുറച്ച് കുങ്കുമം. എന്താ കാരണം? കൃഷ്ണപ്രസാദമായ മാല കിട്ടുമ്പോൾ അത് ഇങ്ങനെ കണ്ണിൽ ഒത്തി പിന്നേലെ മാല ധരിക്കുള്ളൂ. അപ്പോൾ ആ മാല ധരിച്ചപ്പോൾ ആ മാലയിലിരുന്ന കുങ്കുമം ഉദ്ധവൻ്റെ മീശയിലും കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോഴാണ് രാധയ്ക്ക് സംശയം. വൃന്ദാവനം വിട്ടു പോയ കൃഷ്ണൻ അവിടെ ബ്രഹ്മചാരിയായി ഇരിക്കുന്നു. എവിടെ? മഥുരാ നഗരത്തിൽ. ബ്രഹ്മചാരിയായ കൃഷ്ണൻ്റെ മാലയിൽ കുങ്കുമം എങ്ങനെ വരും? കൃഷ്ണൻ്റെ മാലയിൽ ചന്ദനമാണെങ്കിൽ കുഴപ്പമില്ല, കുങ്കുമം വരാൻ പാടില്ല. കാരണം കുങ്കുമമുള്ള മാല ആണെങ്കിൽ എന്താ അർത്ഥം? കുങ്കുമം ധരിച്ച ഒരാളുടെ മാലയാണ് ഇവിടെ വന്നിരിക്കുന്നു. കൃഷ്ണൻ ധരിച്ച് കൃഷ്ണൻ്റെ മാലയിൽ കുങ്കുമം ധരിച്ച ഒരാളുടെ സംബന്ധം കൂടി ഉണ്ടായിട്ടുണ്ട്. സപത്ന്യാഹ കുചവിലുലിതമാല കുങ്കുമശ്മശ്രുഭിർണഃ. അതുകൊണ്ട് വഹതു മധുപതിസ്തന്മാനിനീനാം പ്രസാദം യദു സദസ്സി വിഡംബ്യം യസ്യ ദൂതസ്ത്വമീദൃക്. ഇവിടെ ഈ പ്രസാദം ഞങ്ങൾക്ക് ആവശ്യമില്ല, അത് അവിടെ തന്നെ കൃഷ്ണൻ്റെ കയ്യിൽ തന്നെ കൊടുത്തോളൂ. ഇല്ലെങ്കിൽ അവിടെ കൃഷ്ണൻ്റെ വിഗ്രഹത്തിലിരിക്കുന്ന കുബ്ജയ്ക്ക് ആർക്കെങ്കിലും കൊടുത്തോളൂ, ഇവിടെ ആവശ്യമില്ല. സകൃതധരസുധാം സ്വാം മോഹിനീം പായയിത്വാ സുമനസൈവ സത്യഃ തത്യജേസ്മാൻ ഭവാദൃക് പരിചരതി കഥം തത്പാദപദ്മന്ദു പത്മാ ഹ്യപിബത ഹൃതചേതാ ഉത്തമശ്ലോകജൽപൈഃ. ഈ വണ്ട് ഓരോ പൂവിലും തേന് കുടിക്കുന്ന സമയത്ത് നിന്നെപ്പോലെ നല്ല പൂവില്യനെ പറഞ്ഞ് കുറേ കാലം ആ പൂവിനോട് ബന്ധം പുലർത്തി പിന്നെ ആ മധു സ്വീകരിക്കും. പിന്നെ സ്വീകരിച്ച് കഴിഞ്ഞാൽ തേന് സ്വീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വണ്ട് തേനീച്ച ആ പൂ ഉപേക്ഷിച്ച് പോവും. അതുപോലെയാണ് കൃഷ്ണനും ഞങ്ങളൊക്കെ നല്ല സുന്ദരി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ എല്ലാം സ്വീകരിച്ച ശേഷം സുമനസ ഇവ സദ്യ തത്യജേസ്മാൻ ഭവാദൃക്. ഭാഗവതന്മാരോ അതേപോലെയാണ്. ഒരു സ്ഥലത്തിൽ സത്താ നടത്തുമ്പോൾ ഇതുപോലെ ശ്രോതാക്കൾ എവിടെയും കിട്ടിയിട്ടില്ല, നല്ല ശ്രോതാക്കളാണ്, ഗംഭീരമായി സത്താകണം പറയും. പിന്നെ അടുത്ത സ്ഥലത്തിൽ പോയാൽ അതേപോലെ അവിടെയും പറയും, ഇവിടെയാണ് നല്ല ശ്രോതാക്കൾ നന്നായിട്ട് കേൾക്കുന്നവർ. ഭവാദൃക്. കൃഷ്ണനും അങ്ങനെയാണ്. ത്വമസി മമ ഭൂഷണം ത്വമസി മമ ജീവനം ത്വമസി മമ ഭവജലധിരത്നം. രാധയുടെ കുഞ്ചത്തിലാണ് ആദ്യം പാടി. അടുത്ത ദിവസം പോലെ ചന്ദ്രാവളിയുടെ അടുത്തും ത്വമസി മമ. കൃഷ്ണൻ നുണ പറയാറില്ലേ? സത്യം തന്നെയാണ് പറയുന്നത്. എല്ലാവരും ഒരേപോലെ പ്രേമം വയ്ക്കുന്നു. ഇപ്പം ഭവാദൃക് നിങ്ങളൊക്കെ ഒരേപോലെയാണ്. ഈ വണ്ടും ഭാഗവതന്മാരും ഭഗവാനും ഒരേപോലെയാണ്. ഈ മഹാലക്ഷ്മി എങ്ങനെയാണ് അയാളെ ഭജിക്കുന്നു? പരിചരതി കഥം തത് പാദപദ്മന്ദു പത്മാ. എന്തുകൊണ്ട്? പത്മയായതുകൊണ്ട് ഭജിക്കുന്നു. എന്താ കാരണം? ഈ വണ്ട് ഓരോ പൂവിലും തേനിങ്ങനെ സ്വീകരിച്ച് പോകുമ്പോൾ താമരപ്പൂവിൻ്റെ അടുത്ത് പോകുമ്പോൾ കുറേ നേരം ഇറക്കും. എന്താ കാരണം? അവിടെ കൂടുതൽ തേന് കിട്ടും. ഇപ്പോൾ വണ്ട് പുറപ്പെടാൻ പറയുന്ന സമയത്തിൽ വൈകുന്നേരം വണ്ടിനെ പിടിച്ച് നിർത്തും താമര. അപ്പോൾ താമരയുടെ ഉള്ളിൽ വണ്ട് പോകും. മിക്കവാറും വണ്ട് എല്ലാ പൂവും ഉപേക്ഷിച്ച് പോകുമ്പോൾ താമരയെ വിട്ട് പോവാറില്ലേ? അതുപോലെ പത്മയായതുകൊണ്ട് പിടിച്ചിരിക്കുന്നു തോന്നുന്നു. കിമിക ബഹുഷടംഘേ ഗായസിത്വം യദൂണാം അധിപതിമഗൃഹാണാം അഗ്രതോ നഃപുരാണം വിജയസഖസഖീനാം ഗീയതാം തത്പ്രസംഗഃ ക്ഷപിതകുചരുജസ്തേ കൽപ്പയന്തിഷ്ടമിഷ്ടാഃ. കിമിക ബഹുഷടംഘ്രേ ഗായസിത്വം. ഷടംഘ്രേ 6 കാൽ വണ്ടേ എന്ന് പറയുന്നു. 6 കാൽ പറഞ്ഞാൽ എന്താർത്ഥം? ശിക്ഷ, വ്യാകരണം, ഛന്ദസ്, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം എല്ലാം പഠിച്ച ആളാണ്. പിന്നെ 6 കാൽ ഉള്ളത് കൊണ്ട് എന്താ നിൻ്റെ കാല് നമസ്കരിക്കുന്നു. കാരണം ദൂതനായി വന്നല്ലേ. കിമിക ബഹുഷടംഘ്രേ. ഇവിടെ വന്ന് അവിടെ മധുരാനഗര ചരിത്രമൊന്നും പറയേണ്ട ആവശ്യമില്ല. എന്താ കാരണം? വിജയസഖസഖീന നല്ല കൃഷ്ണനാണ്, പക്ഷേ അവിടെ കൂട്ടുകാരൻ ശരിയായിട്ടില്ലേ, യുദ്ധം ചെയ്യുന്ന കൂട്ടുകാരനാണ്. അതുകൊണ്ട് എന്തായി? മധുരാനഗരത്തിൻ്റെ കഥ എന്തെങ്കിലും കേൾക്കാൻ രസമുണ്ടോ? മധുരാനഗരത്തിൻ്റെ കഥ അവിടെ ആദ്യം ചെന്നു ഒരു വണ്ണെണ്ണ തള്ളിക്കൊന്നു, പിന്നെ വില്ല് മുറിച്ചു, പിന്നെ വണ്ട കോളിയാപീഠത്തിൻ്റെ ദന്തം മുറിച്ചു, അതിൻ്റെ രക്തം
ചൊട്ടുന്ന ദന്തം എടുത്ത് ചാടുരൻ മല്ലന്മാരെ അടിച്ച് കൊന്നു. അവരുടെ രക്തം തോണ്ടുകൊണ്ട് രക്തം കൈയുള്ള കൈ കൊണ്ട് അമ്മാവനെ കൊന്നു. ഇങ്ങനെ എല്ലാം കൊന്ന കഥ ഇവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇവിടെ നല്ല നല്ല കഥകളൊക്കെ ഉണ്ട്. വേണുഗാനം, രാസലീല, നൗകാലീല, എത്ര ലീലകളാണ്. ഇതൊക്കെ നീ അവിടുത്തെ കഥ ഇവിടെ പറയേണ്ട ആവശ്യമില്ലേ. ഇവിടെ ഉടനെ പറഞ്ഞു ഉദ്ധവൻ എല്ലാ ശ്ലോകവും വിശ്വസിച്ച് പറയാൻ സമയമില്ലേ. അപ്പോൾ ഉദ്ധവൻ പറഞ്ഞു, എന്തായാലും ഞാൻ പഠിച്ച ആളല്ലേ, കൃഷ്ണകഥ വേണ്ടെങ്കിലും അത് വേണ്ട, എന്നാൽ രാമായണം പറഞ്ഞോട്ടെ. രാമായണം വേണ്ടേ വേണ്ട. മൃഗയുരിവ കപീന്ദ്രം വിവ്യധേ ലുബ്ധധർമ്മ സ്ത്രീയമകൃത വിരൂപാം സ്ത്രീജിത കാമയാനാം. അവിടെ രാമൻ എന്തൊക്കെ തെറ്റ് ചെയ്ത് ഞങ്ങൾക്കറിയാം. രാമൻ നല്ല ആളാണ് പേര് കിട്ടിയിട്ടേ ഉള്ളൂ, ഒന്നും നല്ലതും ചെയ്തിട്ടില്ലേ. എന്താ വാളിയെ ഒളിഞ്ച് അമ്പെയ്ത് കൊണ്ടല്ലേ. അതാണ് ഇവിടെ പറയുന്നു. മൃഗയുവ കപീന്ദ്രം വിവ്യധേ ലുബ്ധധർമ്മ. രാമൻ നല്ല സുന്ദരക്കാരനായത് കൊണ്ട് ഋഷികൾ പോലും ആഗ്രഹിച്ചു രാവണനെ കട്ടിപ്പുണരണം. പക്ഷേ പറയാൻ പേടിച്ച് ഇരുന്നു. ഒരേ ഒരു സ്ത്രീ മാത്രം ധൈര്യമായിട്ട് വന്നു. ആരാണ്? ശൂർപ്പണഖ. ആ ശൂർപ്പണഖയ്ക്ക് തൻ്റെ നഖത്തിൻ്റെ ആ ഭംഗി കൊണ്ട് ഇത് നോക്കി എന്തായാലും രാമൻ മയങ്കം വിചാരിച്ച് ഇപ്പോൾ നഖമൊക്കെ നല്ല നീട്ടി പെയിൻറ്റൊക്കെ അടിച്ച് ഇങ്ങനെ വളർത്തുന്നുണ്ടല്ലോ. ശൂർപ്പമതം മുറം പോലെ നല്ല നഖം വച്ചിട്ടുണ്ട്. ആ നഖം കാണിച്ച് ഞാൻ നല്ല സുന്ദരിയാണ് പറഞ്ഞ് വന്നു. വിവാഹം കഴിക്കണം പറഞ്ഞു. അപ്പോൾ രാമൻ ചെയ്യണം, ഞാൻ കഴിക്കില്ല പറയാമായിരുന്നു. സ്വയം വിവാഹം കഴിക്കാതെ വേറെ ആൾ കല്യാണം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ മൂക്കും ചെവിയും ഇങ്ങനെ അറുത്തു. ഇനി മാണമുള്ള സ്ത്രീകൾ ഉണ്ടെങ്കിൽ ഇനി രാമായണം കേൾക്കാൻ പോകരുത്. രാമായണം കേൾക്കാൻ പോകേ പോകരുത്. എന്താ കാരണം? ഒരു സ്ത്രീ അവമാനിച്ചില്ലേ, അത് എല്ലാ സ്ത്രീകൾക്കും അത് ഒരേപോലെയാണ്. സ്ത്രീയമകൃത വിരൂപാം സ്ത്രീജിത കാമയാണ്. അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീയെ അവമാനിച്ച രാമായണം ഞങ്ങൾ കേൾക്കാൻ തയ്യാറില്ലേ. ഇപ്പം നിങ്ങൾക്ക് രാമായണം വേണ്ടെങ്കിൽ അത് വേണ്ട, വിഷ്ണു പുരാണം പറഞ്ഞോട്ടെ, അതും വേണ്ട. ബലിമപി ബലിമത്വാ വേഷ്ടയധ്വാംക്ഷവദ്യ. സാധാരണ ദൈവങ്ങൾക്കൊക്കെ ബലിയിടാറുണ്ട്. ഗ്രാമദേവതകൾക്ക് ആട് കോഴിയൊക്കെ ബലി കൊടുക്കാറുണ്ട്. അങ്ങനെ ഗ്രാമദേവതകൾക്ക് ബലി കൊടുക്കുന്ന സമയത്ത് ദേവതകൾ എന്ത് ചെയ്യും? ആ ബലി ആട് കോഴി എന്തൊക്കെ ബലി കൊടുക്കുന്നുവോ അത് സ്വീകരിക്കും, പോട്ട ആളെ വിടും. ഇവിടെ എന്ത് ചെയ്തു? ബലി പോട്ട ആൾ, അവൻ്റെ പേര് തന്നെ ബലി. ഇത് 3 ലോകം കൊടുത്തു, അതും സ്വീകരിച്ചു, ആ ബലിയും സ്വീകരിച്ചു. ബലിമപി ബലിമത്വാ അവേഷ്ടയധ്വാംക്ഷവദ്യ തദലമസിതസഖ്യൈ ദുസ്ത്യജസ്തത്കഥാർത്ഥ. അതുകൊണ്ട് ഇന്ന് കറുത്ത ആളുടെ കഥ പറയണ്ട. കാരണം കറുത്ത ആളുകൾ മിക്കവാറും മോശമാണ്, അവരുടെ ഹൃദയം അതേപോലെ ആയിരിക്കും. അസിതസഖ്യൈ. ഇപ്പം കഥ പറയണ്ടേ, ഞാൻ പോകട്ടെ. എന്നാലും ദുസ്ത്യജഹ തത് കഥാർത്ഥ. അവൻ്റെ കഥ ദുസ്ത്യജമാണ്. എന്താ കാരണം? ഇവിടെ നിന്ദാസ്തുതി എന്ന് പറയാറുണ്ട്. നിന്ദാസ്തുതി പറഞ്ഞാൽ നിന്ദ പോലെ തോടും, അത് സ്തുതിയാണ്. ഇത് ചിത്രജൽപ്പം 10 വിധമായ ജൽപ്പങ്ങൾ എന്ന് പറയാറുണ്ട്. പ്രേമ ചെയ്യുന്നവർ അങ്ങനെ പറയാറുണ്ട്. അത് 10 വിധമാണ്. ഇവിടെ 10 ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. വിസ്തരിച്ച് വ്യാഖ്യാനമൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്നു, കൃഷ്ണകഥ കേട്ട് മര്യാദയ്ക്ക് ജീവിച്ച ആരെങ്കിലും ഈ ലോകത്തിലുണ്ടോ? യദനു ചേതലീല കർണപീയൂഷ വിപ്രട് സകൃദന വിധൂത ദ്വന്ദ്വധർമ്മ വിനഷ്ടാഹ. രാമായണം കേട്ടവർക്കെങ്കിൽ ചില സൗകര്യമൊക്കെ ഉണ്ടാവും. രാമായണത്തിൽ തമിഴ്നാട്ടിലൊക്കെ രാമായണ ശാസ്ത്രികൾ രാമായണം പറയാൻ വന്നാൽ ആദ്യം പായസദാനം പറയും. പായസദാനം കൊണ്ട് ഭൂതം പായസം കൊടുത്തില്ലേ, ആ സമയത്ത് വെള്ളി പാത്രത്തിൽ തങ്ക മൂടിയുള്ള പായസദാനം ചെയ്തു പറയുമ്പോൾ ആചാര്യന്മാർക്കും അങ്ങനെ ചെയ്യണം പറയും. ചില ആളുകൾ അങ്ങനെ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞാൽ പാതുകാ പ്രദാനം. ഭരതനക്ക് പാതുക കൊടുത്ത സമയത്തിൽ ഒരു വെള്ളി പാതുക ആചാര്യർക്കും കൂടി കിട്ടും. പിന്നെ അങ്കുളീയക പ്രദാനം. ഹനുമാൻ അങ്കുളീയകം കൊടുത്തു പറയുന്ന സമയത്ത് ചില മഹാത്മാക്കൾക്ക്, അവിടെ രാമായണം ചെയ്യുന്ന ശാസ്ത്രികൾക്ക് മോതിരം സമർപ്പിക്കും. അനന്തരാമ ദീക്ഷിതൻ മുതലായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. അദ്ദേഹം സമാധിയായ ശേഷം അദ്ദേഹത്തിന് കിട്ടിയ മോതിരമൊക്കെ ഒരു തരാസിൽ തൂക്കി ഇങ്ങനെ ഓരോ കിലോ ഇങ്ങനെ അള്ളി കൊടുത്തു ശിഷ്യന്മാർക്ക് പറയാറുണ്ട്. അപ്പോൾ അത്രയും മോതിരം കൊടുക്കാറുണ്ട്. പിന്നെ മോതിരം, അങ്കുളി മോതിരം കിട്ടും. പിന്നെ ചൂടാമണി പ്രധാന സമയത്തിൽ ആചാര്യൻ മാത്രം മോതിരം അണിഞ്ഞു വന്നാൽ ആചാര്യൻ്റെ ഭാര്യയെ വിടുവോ? എനിക്കും ഒന്നും മേടിച്ചു തരണം. അപ്പോൾ ചൂടാമണി പ്രധാനത്തിന് ആചാര്യ പത്നിമാർക്ക് ചൂടാമണി പ്രധാനം. ഇങ്ങനെയൊക്കെ രാമായണ പ്രഭാഷണം ചെയ്യുമ്പോൾ പല സാധനം കിട്ടും. കല്യാണം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ ഭാഗവതത്തിലോ എന്താ
കഥ കേട്ട ആളുടെ കഥ തന്നെ അവസാനിച്ചു. അവസാനം പറയുന്ന ആൾക്ക് ഒരു വസ്ത്രം പോലും ഉണ്ടായിട്ടില്ലേ. സഹൃദ അതന വിദൂത ദ്വന്ദ്വധർമ്മ വിനഷ്ടാഹ. പിന്നെ ആ ഭാഗവതം കേട്ടവർ സപതി ഗൃഹകുടുംബം ദീനമുത്സൃജ്യ ദീനാഹ ഭഗവൈക വിഹംഗ ഭിക്ഷുചര്യാം ചരന്തി. പുരന്ദരദാസൻ മഹാത്മാ, അദ്ദേഹത്തിൻ്റെ എന്താ പേര്, നവകോടി നാര, സീനപ്പ നായക്കൻ എന്നാണ് പേര് അദ്ദേഹത്തിൻ്റെ പേര്. സീനപ്പൻ ശ്രീനിവാസൻ, അത് സീനപ്പൻ ചുരുക്കി പറയും. അദ്ദേഹം തൻ്റെ വീട്ടിൽ 9 കളസം വച്ചിരുന്നു. പണ്ട് 1 കോടി ചേർത്ത ആളുകൾക്ക് 1 കളസം വയ്ക്കാമായിരുന്നു. പണ്ട് 1 കോടി ഉള്ളവർ വീട്ടിൽ 1 കളസം വയ്ക്കും, അമ്പലത്തിൽ കളസം വയ്ക്കാറുണ്ട്. തൻ്റെ കയ്യിൽ എത്ര കോടി ഉണ്ടെന്നും അത് കാണിക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ വീട്ടിൽ 9 കളസം വച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് നവകോടി നാരായണൻ എന്നാണ് പേര്. പിന്നെ അദ്ദേഹത്തിന് തോന്നി കുറച്ചുകൂടി പണം ചേർത്ത് 10ാമത്തെ കളസം കൂടി വെച്ചാൽ ദശകോടി ദാമോദരനായി മാറാൻ വിചാരിച്ച് കൂടുതൽ പണം ചേർക്കേണ്ട സമയത്താണ് ഭഗവാൻ ഒരു ലീലയാടി അദ്ദേഹം പോയ ശേഷം പിന്നെ എന്ത് ചെയ്തു, വ്യാപാരയനക്കായതു, എനിക്ക് എന്തോ ഒരു വ്യാപാരവും ആവശ്യമില്ലേ. വ്യാപാരം വെച്ചാൽ ഇങ്ങനെ വ്യാപാരം ആവശ്യമില്ലേ, ഭഗവൻ നാമമാണ് ഗതി പറഞ്ഞ് അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് വന്നു. ദീനമുത്സൃജ്യ ദീനാഹ ഭഗവൈഹ വിഹംഗ ഭിക്ഷുചര്യാം ചരന്തി. അപ്പോൾ ഇവിടെ ഭണ്യതാം അന്യവാർത്ത ഇവിടെ പറയുന്നു. വേറെ വാർത്ത അന്യവാർത്ത പറഞ്ഞാൽ എന്താ അർത്ഥം? വേറെ വാർത്ത ഇവിടെ ശ്രവിക്കാൻ നിങ്ങൾക്ക് സ്ഥലമില്ല, മുഴുവൻ കൃഷ്ണകഥകളാണ്, നീ കഥ പറയേണ്ട, ഞങ്ങൾ പറയുന്ന കഥ കേൾക്കൂ എന്നാണ് അർത്ഥം. ഇങ്ങനെ വണ്ടോട് പറയുമ്പോൾ ആ വണ്ട് തിരിച്ച് പുറപ്പെട്ടു മധുരയുടെ അടുത്ത്. അപ്പോൾ പോകുന്ന സമയത്ത് വിളിച്ചു, പ്രിയ സഖ പുനരാഗ പ്രേയസാ പ്രേഷിതക്കിം വരയ കിമനുരുന്ധേ മാനനീയോസി മേങ്ക നയസി കഥമികാസ്മാൻ ദുസ്ത്യജദ്വന്ദ്വപാർശ്വം സതതമുരസി സൗമ്യേ ശ്രീർവധൂസാകമാസ്തേ. ഇവിടെ ഒരു ഞങ്ങളിവിടെ ഭഗവാന്റെ കഥകൾ പാടിത്തരാം എന്ന് പറഞ്ഞ് അത്രാസീത് കില നന്ദസത്മ ശകടസ്യ അത്രാഭവത് ഭഞ്ജനം ബന്ധച്ഛേദകരോപി ദാമവിരഭൂദ്ബദ്ധോത്ര ദാമോദരഃ ഇത്തം മാധുരവൃദ്രവക്ത്രവികലത് പീയൂഷധാരാം പിബന് ആനന്ദാശ്രുധരഃ ധന്യഃ കഥാ മധുപുരീം ധന്യശ്ചരിഷ്യാമ്യഹം. ഇവിടെ വന്ന് കാണിക്കൂ. അത്രാസീത് കില നന്ദസത്മ, ഇതാണ് നന്ദഗോപൻ്റെ ഭവനം. ഇവിടെ കണ്ടു. ഇവിടെ നന്ദഭവനത്തിൽ വരുമ്പോൾ ഇങ്ങനെ വെറുതെ വരാൻ പാടില്ലേ, മുട്ടുകുത്തിയാന്ന് പറഞ്ഞു. ഇന്നും നമ്മൾ അവിടെ നന്ദഭവനം പോയാൽ അവിടെ ഗോകുലത്തിൽ പറയും എല്ലാവരും മുട്ടുകുത്തിയാന്ന് പറയണം. എന്താ കാരണം? ഇവിടെ കൃഷ്ണൻ മുട്ടുകുത്തിയ സ്ഥലമാണ്, എനിക്ക് മുട്ട് മടങ്ങാവയ്യ, എന്തായാലും മുട്ടുകുത്തിക്കോളും, എല്ലാം ശരിയായിക്കോളും പറയും. അങ്ങനെ ഇപ്പോഴും ആ അന്ന് ഗോപന്മാർ അവിടെ ശ്രീധാമ കൃഷ്ണ വിഷം ആ കൃഷ്ണൻ്റെ കൂട്ടുകാരൊക്കെ എന്തൊക്കെ കാണിച്ചുവോ അതേപോലെ ആ പരമ്പരയിൽ വന്നവർ ഇന്നിക്കും അങ്ങനെ കാണിച്ചു കൊടുക്കുന്നു. ചിലപ്പോൾ ഇപ്പോൾ പൈസ ചോദിക്കും, അപ്പോൾ പൈസ ചോദിച്ചിട്ടില്ല, എത്രയേ ഉള്ളൂ. വേണമെങ്കിൽ അവർക്ക് കൂടുതൽ പഠിച്ച് IT കമ്പനിയൊക്കെ പഠിച്ച് പുറത്ത് ജോലിക്ക് പോകാമായിരുന്നു, പക്ഷേ അങ്ങനെ പോയിട്ടില്ലേ. ഇപ്പോഴും ആ ഭഗവാൻ അവതരിച്ച സ്ഥലം രക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അതിനെങ്കിലും നമുക്ക് പൈസ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അത്രാസീത് കില നന്ദസത്മ, ഇവിടെയാണ് ഭഗവാൻ മുട്ടുകുത്തിയ സ്ഥലം. ശകടസ്യ അത്രാഭവത് ഭഞ്ജനം, ഇവിടെയാണ് ശകടാസുരനെ വധിച്ച സ്ഥലം. ബന്ധച്ഛേദകരോപി ദാമഭിരഭൂത് ബദ്ധോത്ര ദാമോദരഃ, എല്ലാവരുടെയും ബന്ധത്തിനെ ഒഴിവാക്കുന്ന ഭഗവാൻ ഇവിടെ ബന്ധപ്പെട്ടിരുന്നു. ആ ഉരളിൽ കെട്ടിയ ഭഗവാന്റെ ആ ഉരൾ പോലെ ഒരു സാധനം ഉരൾ വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. ആ വെള്ളം കണ്ണിൽ വെച്ചാൽ കണ്ണിൻ്റെ രോഗമൊക്കെ മാറും പറയും. ഇപ്പോഴും എല്ലാം അങ്ങനെ ചെയ്യുന്നുണ്ട്. ബദ്ധോത്ര ദാമോദരഃ, ഇതാണ് കാളിയഹൃതം. ഇവിടെയാണ് ഭഗവാൻ വസ്ത്രാപഹരണം ചെയ്ത സ്ഥലം. ഇങ്ങനെയൊക്കെ ഒന്നൊന്നും കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഇത്തം മാധുര വൃദ്ധവക്ത്ര വികളത് പീയൂഷധാരാം പിബന് ആനന്ദാശ്രുതരഃ കഥാ മധുപുരീം ധന്യശ്ചരിഷ്യാമ്യഹം. കൃഷ്ണചൈതന്യ ഭക്തന്മാരാണ്, ശിഷ്യന്മാരാണ് ഇത് പാടുന്നു. ആ കാലത്തിൽ നിന്നും ഇങ്ങനെ ഇപ്പോഴും ആ പരമ്പരയിൽ വന്നവർ ഭഗവാന്റെ ആ ലീലാസ്ത്രങ്ങൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഭഗവാന്റെ ലീലാസ്ത്രങ്ങളൊക്കെ കണ്ട് ഇങ്ങനെ ഉദ്ധവനക്ക് 3 മാസം കുറേ കാലമായി. ഉദ്ധവൻ തന്നെ വ്രജവാസിയായി മാറി. സാധാരണ വ്രജവാസികൾ നമ്മളെ കൂട്ടിച്ചേർക്കാറില്ലേ. ചില ആളുകൾ വ്രജവാസിയായി മാറണമെന്ന് വിചാരിച്ചാൽ അവിടെ വീടൊക്കെ മേടിച്ച് അവരോടൊപ്പം താമസിക്കാൻ വിചാരിക്കും. എന്നായാലും അവർ സമ്മതിക്കില്ലേ, നീ വേറെ ആളാണ്, ഞങ്ങൾ വ്രജവാസികൾ തനിയാണെന്ന് അവർ കൂട്ടിച്ചേർക്കാറില്ലേ. ഇപ്പോൾ എന്തായി, ഉദ്ധവനെ വ്രജവാസിയായി അവർ സ്വീകരിച്ചു. അവരുടെ ഭക്തിയെ കണ്ട് നമസ്കരിക്കുന്നു ഉദ്ധവൻ. എന്താ കാരണം? അഹോ യൂയം സ്മ പൂർണാർത്ഥാഃ ഭവത്യോ ലോകപൂജിതാഃ
വാസുദേവേ ഭഗവതി യാസാമിത്യർപ്പിതം മനഃ. ഉദ്ധവൻ നോക്കി, തനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, ഗോപികമാർക്ക് വിദ്യാഭ്യാസം ഒന്നുമില്ലേ, തനിക്ക് നല്ല മന്ത്രിസ്ഥാനമുണ്ട്, ഇവർക്ക് സ്ഥാനമാണെങ്കിൽ ഒന്നുമില്ലേ, പിന്നെ ഉദ്ധവർക്ക് നല്ല ബലമുള്ള ആളാണ്, അവർ അബലകളാണ്, ഉദ്ധവർക്ക് നിറച്ച ധനമുണ്ട്, ഇവർക്ക് അത്ര ധനമൊന്നും ഉണ്ടായിട്ടില്ലേ, ഒന്നും അവരുടെ കയ്യിലില്ലെങ്കിലും അവരെ കണ്ടാൽ പൂർണ്ണമായി തോന്നുന്നു. തനിക്ക് എല്ലാം ഉണ്ടായിട്ടും ഒന്നും പൂർണ്ണത ഒന്നും ഉണ്ടായിട്ടില്ലേ. എന്താ കാരണം മനസ്സിലായി? അവരുടെ ഉള്ള കൃഷ്ണഭക്തിയാണ് അവരെ പൂർണ്ണമാക്കുന്നു. എല്ലാം ഉണ്ടെങ്കിലും കൃഷ്ണഭക്തി ഇല്ലെങ്കിൽ അത് വെറുതെ പോലെയാണ്, സീറോ പോലെയാണ്. ജീരോയുടെ അടുത്ത് ഒരു ഉണ്ണിയിടുന്നത് പോലെ കൃഷ്ണഭക്തി ഉണ്ടെങ്കിൽ ആ ജീരോയുടെ വില ഉണ്ട്. അതുപോലെ ഉദ്ധവൻ അവരുടെ ആ പൂർണ്ണതയെ കണ്ട് നമസ്കരിക്കുന്നു. ദാനം വ്രത തപോഹോമ ജപസ്വാധ്യായ സംയമേഹി ശ്രേയോഭിർവിവിധൈശ്ചാന്യൈഹി കൃഷ്ണേ ഭക്തിരീ സാധ്യത്തെ. നമ്മൾ ചെയ്ത സകല സത്കർമ്മങ്ങളുടെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് ഭാഗവതം കേൾക്കുന്നതാണ്. ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോവും അവിടെ കുംഭമേള നടക്കുന്നുണ്ടല്ലോ, അത് അവിടെ പോയിട്ടില്ലയോ, അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല. പല കുംഭമേള നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തിട്ടുണ്ട്, അവിടെ പോയിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെയും ഒരു പ്രയാഗയാണ്. പ്രയാഗ പറഞ്ഞാൽ എന്തർത്ഥം? ജ്ഞാന ഭക്തി വൈരാഗ്യം മൂന്നും കൂടി ചേരുന്നതാണ്. ജ്ഞാനനദിയാണ് ഗംഗാനദി, പ്രേമനദി ഭക്തി നദിയാണ് യമുനാനദി, വൈരാഗ്യനദിയാണ് സരസ്വതി. മൂന്നും കൂടുന്നതല്ലേ പ്രയാഗം. സതീർത്ഥരാജോ ജയതി പ്രയാഗ. ഇവിടെയും ജ്ഞാന ഭക്തി വൈരാഗ്യം മൂന്നും ചേർന്ന ഭാഗത്തല്ലേ നമ്മൾ ജ്ഞാനപ്രയാഗിൽ മുണ്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇതിൻ്റെ ഒരു പ്രതീകമാണ് അവിടുത്തെ പ്രയാഗയം. ഇപ്പോൾ അവിടെ പോയി തള്ളുമുള്ളു ബുദ്ധിമുട്ടാതെ ഇവിടെ സുഖമായിട്ട് ഇവിടെ പ്രയാഗിൽ നമ്മൾ മുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതും ഒരു പ്രയാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നു ദാന വ്രത തപോ ഹോമ ജപസ്വാധ്യായ എല്ലാത്തിൻ്റെ ഫലം എന്താണ്? കൃഷ്ണഭക്തി ഉണ്ടാവണം. ശരിക്കും ഭക്തി എന്താണ്? നിങ്ങളാണ് ആദ്യം തുടങ്ങി വെച്ചു എന്നാണ് പറയുന്നു. ഭഗവതി ഉത്തമ ശ്ലോകേ ഭവതീഭിരനുത്തമാ ഭക്തി പ്രവർത്തിതാദിഷ്ട്യ. ഗോപികമാർ വരുന്നത് മുമ്പ് വരെ ഭക്തി എന്താണെന്ന് ഒരാൾക്ക് ശരിക്കും പിടികിട്ടിട്ടില്ലേ. പ്രഹ്ലാദൻ എന്ത് വിചാരിച്ചു? എല്ലാ ദിക്കിലും ഏകാന്ത ഭക്തിർ ഗോവിന്ദേ സർവത്ര ദക്ഷിണം. എല്ലാ ദിക്കിലും ഇങ്ങനെ ഭഗവാനെ കാണണം. സ്വസ്വരൂപാണ് സന്താനം ഭക്തിരിത്യഭിധീയത്തെ എന്ന് പറയുന്നത് പോലെ അതാണ് ഭക്തി വിചാരിച്ചു പ്രഹ്ലാദൻ. ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുന്നതാണ് ഭക്തി വിചാരിച്ചു ധ്രുവൻ. പട്ടിണി കിടക്കുന്നതാണ് ഭക്തി വിചാരിച്ചു അംബരീഷൻ. ഈ ഗോപികമാർക്ക് മുമ്പിൽ ഉള്ളവരെല്ലാവരും ഭക്തി വേറെ വേറെ വിധമായി വിചാരിച്ചു. ഇപ്പോഴാണ് ശരിക്കും ഭക്തി എന്താണ്? ഭക്തി പ്രവർത്തിത എന്താണ്? പ്രീതിപൂർവം അനുധ്യാനം ഭക്തിരിത്യഭിധീയത്തെ. പ്രീതിയോട് ഭഗവാനെ ധ്യാനിക്കുന്നതാണ് ഭക്തി. അതാണ് ഇപ്പോൾ മനസ്സിലായി എനിക്ക് എന്ന് പറഞ്ഞ് ഉദ്ധവൻ അവരെ നമസ്കരിക്കുന്നു. വന്ദേ നന്ദവ്രജസ്ത്രീനാം പാദരേണുമഭീഷ്ണസഹ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. ഈ ബൃന്ദാവനത്തിൽ എനിക്കൊരു ജന്മം തരണേ. ആസാമഹോ ചരണരേണുജുഷാമഹം സ്യാം ബൃന്ദാവനേ കിമപി ഗുൽമലതൗഷധീനാം യാദുസ്ത്യജം സ്വജനമാര്യപഥം ച ഹിത്വാ ഭേജുർമുകുന്ദപദവീം ശ്രുതിഭിർവിമൃഗ്യാം. ഈ ബൃന്ദാവനത്തിൽ ഒരു ചെടിയായോ ഒരു വള്ളിക്കൊടിയായിട്ടോ എനിക്ക് ജന്മം വേണം എന്ന് പ്രാർത്ഥിക്കുന്നു ഉദ്ധവൻ. ഇപ്പോഴും ബൃന്ദാവനത്തിൽ ഉദ്ധവൻ ഒരു വള്ളിക്കൊടിയായിട്ട് കുസുമ സരോവർ എന്ന തീർത്ഥക്കുളമുണ്ട്. അതിൻ്റെ അടുത്ത് ഉദ്ധവൻ ഒരു വള്ളിക്കൊടിയായി ഇരിക്കുന്നെന്ന് സ്കാന്ദപുരാണത്തിൽ തന്നെ പറയുന്നുണ്ട്. അവിടെ ഭാഗവതം അവർ നാമം ജപിച്ചപ്പോൾ ഉദ്ധവൻ അവിടെ നിന്ന് പ്രത്യക്ഷമായി അവർക്ക് കൃഷ്ണപത്നിമാർക്ക് ഭാഗവതം ഉപദേശിച്ചു എന്നൊക്കെ സ്കാന്ദപുരാണത്തിൽ പറയുന്നുണ്ട്. എൻ്റെ ഗുരുനാഥനും ബൃന്ദാവനത്തിൽ ചെന്നപ്പോൾ ആ കുസുമ സരോവർ അടുത്ത് ചെന്ന് ഇവിടെ ഉദ്ധവനുണ്ട് പറയുന്നുണ്ടല്ലോ, പക്ഷേ എവിടെയാണ് ഉദ്ധവൻ നേരത്തില്ല വെച്ചാൽ അവിടെ നാമം ജപിച്ച് ഭാഗവതം വായിക്കുമ്പോൾ ഒരു വള്ളിക്കൊടി കാറ്റില്ല ഇങ്ങനെ ആടുന്നു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞു ആ വള്ളിക്കൊടിയാണ് ശരിക്കും ഉദ്ധവൻ. അങ്ങനെ ഭക്തന്മാർക്ക് ഇപ്പോഴും ഉദ്ധവൻ സൂക്ഷ്മരൂപത്തിൽ അവിടെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഉദ്ധവൻ പുറപ്പെടുന്ന സമയത്ത് കൃഷ്ണൻ്റെ തേര് മുഴുവനും ഗോപികമാർ ഓരോരോ സാധനം കൃഷ്ണനുക്ക് വെണ്ണ കൊടുക്കൂ, പാൽ കൊടുക്കൂ, തൈര് കൊടുക്കൂ. ഇപ്പം ഞാൻ കൊടുത്തതായിട്ട് ഈ മുറുക്ക്, പിന്നെ അപ്പം, ഇങ്ങനെ ഓരോരോ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്നു ഓരോരാൾ. ഒരു ഗോപിക പറഞ്ഞു ഇത് കൊടുത്താൽ മതി. ആറ് കൊടുത്തതെന്ന് കൃഷ്ണൻ സ്വയം പറഞ്ഞോളും, ഇത് കൊടുത്താൽ മതി എന്ന് പറയുന്നു. പിന്നെ നിറച്ചും ഉദ്ധവനക്ക് ഇരിക്കാൻ തേരിൽ സ്ഥലമില്ലേ, മുഴുവനും കൃഷ്ണനുക്ക് വേണ്ടി എല്ലാം കൊടുത്തു. അപ്പോൾ ഉദ്ധവൻ ചോദിച്ചു എല്ലാം കൃഷ്ണനുക്ക് കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് ഒന്നുമില്ലല്ലോ. ഉദ്ധവ നിനക്ക് എന്താ വേണം?
എനിക്ക് വേണ്ടത് നിങ്ങളുടെ പാദധൂളി മതി എന്ന് പറഞ്ഞ് വന്ദേ നന്ദവ്രജസ്ത്രീനാം പാദരേണും അഭീക്ഷണസഹ. രേണൂന്ന് ഇവിടെ ബഹുവചനമില്ല, ഒരു രേണു മതി. പിന്നെ ആ ഒരു രേണു പോലും വേണ്ട. പാദരേണും പാദരേണു പറഞ്ഞാൽ കാൽ രേണു, പിന്നെ കാൽ അര മുക്കാൽ അങ്ങനെ പറയാറുണ്ടല്ലോ. ആ മുഴുവൻ രേണു പോലും ആവശ്യമില്ല. പാദരേണും അഭീക്ഷണസഹ, ഒരു കാൽ രേണു മതി. അത് കാരണം ഇപ്പോഴും വൃന്ദാവനത്തിൽ പോയാൽ പ്രസാദം എന്താണെന്ന് ചോദിച്ചാൽ ഓരോ സ്ഥലത്തിൽ ഓരോ പ്രസാദം കൊടുക്കാറുണ്ട്. തിരുപ്പതി പോയാൽ ലഡ്ഡു കിട്ടും, ഇങ്ങനെ ഓരോ സ്ഥലത്തിൽ ഓരോ പ്രസാദം. വൃന്ദാവനത്തിൽ എന്താണ് പ്രസാദം ചോദിച്ചാൽ അവിടുത്തെ രജസാണ് പ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതാണ് അവിടെ കാണിച്ചു തരണു. വന്ദേ നന്ദവ്രജസ്ത്രീനാം പാദരേണുമഭീക്ഷണസഹ യാസാം ഹരികഥോദ്ഗീതം പുനാതി ഭുവനത്രയം. അങ്ങനെ നമസ്കരിച്ച് ഉദ്ധവൻ പുറപ്പെട്ടു വന്ന സമയത്ത് നന്ദഗോപൻ വന്ന് പ്രാർത്ഥിക്കുന്നു. മനസോ വൃത്തയോ നസ്യുഹു കൃഷ്ണപാദാംബുജാശ്രയാ വാചോ വിധായിനീർനാംനാം കായസ്തത്പ്രഹ്വണാദിഷു. പരസ്പരം ഭാഗവതന്മാർ എന്താ പ്രാർത്ഥിക്കണം അതിവിടെ കാണിച്ചു തന്നു. ഉദ്ധവൻ അവരോട് കൃഷ്ണപ്രേമിയെ നോക്കി അത്ഭുതപ്പെട്ട് നമസ്കരിക്കുന്നു. ഇവിടെ നന്ദാദയ അനുരാഗൻ, നന്ദാദി ഗോപന്മാർ ഇവിടെ വന്ന് ഉദ്ധവനോട് പ്രാർത്ഥിക്കുന്നു. ഇദ്ദേഹം പറഞ്ഞില്ലേ, നമ്മൾ ഇവിടെ ഇരുന്നാലും ഇടയ്ക്ക് നമ്മുടെ മനസ്സ് അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടല്ലോ. മനസ്സോ വൃത്തയോ, നമ്മുടെ മനസ്സിൻ്റെ വൃത്തികൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടല്ലോ, അത് മുഴുവൻ കൃഷ്ണ വിഷയമായി ആവണം. മനസ്സോ വൃത്തയോ നസ്യുഹു കൃഷ്ണപാദാംബുജാശ്രയാഹ. വാക്കുകളൊക്കെ കൃഷ്ണനാമങ്ങളായി തീരണം. നമ്മുടെ ശരീരം കൃഷ്ണൻ്റെ കൈങ്കര്യത്തിന് ഉപയോഗമാവണം. ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വരം, അത് എനിക്ക് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർമ്മവിഭ്രാമ്യമാനാനാം എത്ര ക്വാവീശ്വരേച്ഛയാ. കർമ്മം കൊണ്ട് അവിടെ അവിടെ ചുറ്റി നടക്കുന്നു. പിന്നെ പറഞ്ഞു, കർമ്മം കൊണ്ട് ഭാഗവതന്മാർ ചുറ്റി നടക്കാറല്ലേ, ഭാഗവാൻ ചുറ്റി നടക്കുന്നത് ഈശ്വരേച്ഛയ, ഭഗവാന്റെ സങ്കല്പപ്രകാരമാണ്. മംഗളാചരിതേർദാണേഹി രതിർന കൃഷ്ണ ഈശ്വരേ. ഞങ്ങൾക്ക് കൃഷ്ണൻ്റെ ചരണത്തിൽ മാറാത്ത രതി ഭക്തി ഉണ്ടാവണേന്ന് അവർ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഉദ്ധവനക്ക് മാത്രമില്ല, ഇവിടെ പറയുന്നു കൃഷ്ണായ പ്രണിപത്യാഹ ഭക്തിദ്രേകം വ്രജോകസാം വസുദേവായ രാമായ രാജ്ഞേച്ച ഉപായനാന്യതാത്. വസുദേവനുക്കും പിന്നെ ബലരാമസ്വാമിക്കും ഉഗ്രസേനനുക്കും, ഇവിടെ ഉഗ്രസേനനുക്ക് മാത്രമല്ല രാജ്ഞേച്ച പറഞ്ഞാൽ ഞങ്ങളിൽ നിന്നും കണ്ണനെ പിരിച്ചു കൊണ്ടുപോയി അക്രൂരനുക്കും കുറച്ച് ഭക്ഷണം കൊടുത്തോളൂ, അക്രൂരനുക്കും ഒരു പ്രസാദം കൊണ്ട് കൊടുത്തു അവർ. അതാണ് ഗോപികമാരുടെ ആ പ്രേമം. തന്നെ ദ്രോഹിച്ചവർക്കും ഒരു നല്ലത് വരട്ടെ, അങ്ങനെ എല്ലാവർക്കും അവർ അനുഗ്രഹിച്ചു ഗോപികമാർ എന്ന് പറയുന്നു. ഈ ഗോപി പ്രേമയാണ് ശ്രേഷ്ഠം. ഇത് എല്ലാവരും പുകഴ്ത്തി പാടുന്നുണ്ട്. വൃന്ദാവനത്തിൽ ഒരു ഗോപിയായി ഇരിക്കണം ആഗ്രഹിച്ചിട്ടാണ് മഹാദേവൻ പോലും ഒരു ഗോപേശ്വര മഹാദേവന് വേഷം ധരിച്ച് ഇപ്പോഴും ഇരിക്കുന്നു. ഉദ്ധവനും ആ ഗോപി പ്രേമിയെ പുകഴ്ത്തി പാടുന്നു. ഭീഷ്മാചാര്യൻ, ഇവരൊക്കെ ബ്രഹ്മചാരികളാണ്. ഭീഷ്മാചാര്യൻ കാമത്തെ ജയിച്ച ആളാണ്. അദ്ദേഹം പറയുന്നു, ലളിത ഗതിവിലാസ മൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോറുമാണ് കൃതം അനുകൃതവത്യ. അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ഗോപിയായി ജനിക്കാൻ ഭാഗ്യം തരണേന്ന് പ്രാർത്ഥിക്കുന്നു. ബ്രഹ്മാവ് പോലും വൃന്ദാവനത്തിൽ ഒരു പുല്ലായി പിറവി തരണം, പുല്ലായി പിറവി തരവേണം എന്ന് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഗോപികമാരെയും പുകഴ്ത്തി പാടുന്നു. ആ ഗോപി പ്രേമിയെ പുകഴ്ത്തി പാടുന്നു. ആ ഗോപി പ്രേമ പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാവില്ല. എന്താ കാരണം? അത് ഗോപികൾക്കേ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആ ഗോപികമാരുടെ അനുഗ്രഹം കൊണ്ട് ആ ഗോപി പ്രേമയാണ് നമുക്ക് വേണ്ടത്. അത് ഭഗവാനും അതുപോലെ രാധാദി ഗോപികളും അത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിപ്പോൾ നിർത്താം. കൃഷ്ണപ്രേമരസോന്മത്ത ഗോപവധുപദാംബുജം, കൃഷ്ണപ്രേമരസോന്മത്ത ഗോപവധുപദാംബുജം സദാ ഭജാമ്യഹം മുദാ അനന്തസർവമിദമിദം, സദാ ഭജാമ്യഹം മുദാ അനന്തസർവമിദമിദം. ഗോപീചരണാരവിന്ദപരമാണവേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ബോലോ ഉദ്ധവ മഹാരാജ് കി ജയ്. രാധേശ്യാം. നാളെയും